ഇന്ന് നമുക്ക് പുസ്തകം 2-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. 1-ാം അധ്യായം നമ്മൾ ചില വസ്തുതകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെല്ലാം വളരെ ലളിതമായ വിഷയങ്ങളായതുകൊണ്ട് കൂടുതൽ വിവരണങ്ങളൊന്നും അതിൽ നമ്മൾ നൽകിയിട്ടില്ല. ഇനിയുള്ള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ വിശദീകരണം ആവശ്യം വരുന്ന ഭാഗങ്ങളാണ്. അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കുന്നതായിരിക്കും. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം, വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്തു നിന്ന് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ 7-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിവേലകൾ പൂർത്തിയാക്കി യഹോവ 7-ാം ദിവസം പ്രവൃത്തിയിൽ നിന്ന് വിമുക്തനായി എന്ന്. അതുകൊണ്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വേർതിരിച്ചു എന്ന്. അതിന് യഹോവയുടെ സ്വസ്ഥത എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. എബ്രായ ലേഖനത്തിൽ യഹോവയുടെ സ്വസ്ഥത എന്ന് വിശേഷിപ്പിക്കുന്നു. 6-ാം ദിവസത്തിൻ്റെ ഒടുവിൽ മനുഷ്യൻ്റെ സൃഷ്ടി നടത്തിയതിന് ശേഷം പിന്നെ വരുന്ന സമയം യഹോവയുടെ വിശ്രമകാലമാണ്. ഈ വിശ്രമകാലം എന്ന് അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വരും വഴിയിൽ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. യഹോവയുടെ വിശ്രമകാലം ഒരു ദിവസമാണ്. ആ കാലം എന്ന് അവസാനിക്കും? അപ്പോൾ എന്ത് പ്രവൃത്തിയിലാണ് ദൈവം ഏർപ്പെടുന്നത് എന്നുള്ള വിഷയം അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 7-ാം ദിവസത്തെ വേർതിരിച്ചു എന്നാണ്. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഉൽപ്പത്തി വിവരം, വയലിലെ സസ്യമൊന്നും ഉണ്ടായിരുന്നില്ല, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു. ഇനിയാണ് വളരെ പ്രധാനമായ വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് പറയും. അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ സൃഷ്ടി
എന്ത് വസ്തുക്കൾ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് എന്നാണ്. ഒരു മനുഷ്യരൂപം ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. കാരണം നിലത്തെ പൊടി കൊണ്ട് അത് കളിമണ്ണായിരിക്കും എന്നൊക്കെയാണ് യുക്തിവാദികൾ പറയുന്നത്. മനുഷ്യനെ നിർമ്മിച്ചിട്ട് ഒരു രൂപം ആദ്യം നിർമ്മിക്കുക, അതിന് ശേഷം മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന്. ഈ നിലത്തെ പൊടി കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ നമ്മുടെ അറിവിൽ നോക്കുമ്പോൾ മണ്ണുകൊണ്ടൊരു ശരീരം നിർമ്മിച്ചാൽ അതിൽ അസ്ഥികൾ വേണം, ഞരമ്പ് വേണം, ആന്തരിക അവയവങ്ങളൊക്കെ വേണം. ഇത് ഏറ്റവും ചെറിയ ഒരു ഞരമ്പ്, അതിൻ്റെ തന്നെ വ്യാസം എത്രമാത്രം ലഘുവായിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അപ്പം യഥാർത്ഥത്തിൽ മണ്ണുകൊണ്ടല്ല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൗതിക വസ്തുക്കൾ കൊണ്ട് മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ ശരീരം ഭൗതിക വസ്തുക്കളിൽ ലയിച്ചു പോകാവുന്ന വിധത്തിലാണ്, അതായത് ഭൂമിയിലേക്ക് ലയിച്ചു ചേരാം. അപ്പോൾ ആദ്യം നിർമ്മിക്കപ്പെട്ട ബോഡി ആദാമിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആദാമിനെ മാത്രമാണ് ദൈവം നേരിട്ട് സൃഷ്ടിക്കുന്നത്. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ ഈ ജീവനില്ലാത്ത ശരീരത്തിൽ ദൈവം ഊതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ധരിക്കേണ്ടത്? ജീവശ്വാസം മൂക്കിലൂടെ വലിക്കുന്നു, അതിൻ്റെ ഓക്സിജൻ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡും അനുബന്ധമായ അതിലടങ്ങിയിരിക്കുന്ന ബാക്കി വാതകങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നു. ഈ പ്രക്രിയ ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആദാം ഇപ്പോൾ ജീവനുള്ളവനായി തീർന്നു. അപ്പോ ഒരു ശരീരത്തിൽ ജീവന്റെ വ്യാപാരവും ഉണ്ടായപ്പോൾ ഒരു ജീവി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആദാം എന്ന് പറയുന്ന ജീവി. ശരീരവും ജീവനും ചേർന്ന് ഈ ജീവി ഉണ്ടാകും. ആദാം ജീവനുള്ളവനായി തീർന്നു എന്നാണ്. പലരും ഇന്ന് ധരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ അമർത്യമായ ഒരു ആത്മാവ് കുടികൊള്ളുന്നു എന്ന ഒരു ധാരണയിലാണ്. നാം ഇവിടെ പരിശോധിക്കുമ്പോൾ ദേഹവും ജീവനും ചേർന്നാണ് ആദാമുണ്ടായത്. അതിൽ മറ്റൊരു വസ്തു, ഒരു അദൃശ്യ വസ്തു അടങ്ങിയിരിക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. അപ്പൊ ഈ ജീവന്റെ വിയോഗത്തിൽ ഈ ശരീരം നിർജീവമായി തീരും എന്നാണ്. ഇനി അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ ഉപദേശാക്കന്മാർ പഠിപ്പിക്കുന്നത് മരണത്തോടുകൂടി ശരീരം നശിക്കുന്നു, ആത്മാവ് മരണമില്ലാതെ ഇരിക്കുന്നു എന്നാണ്. ആത്മാവ് മറ്റെവിടെയോ പോയി ഇരിക്കുന്നു എന്നാണ്.
ആ ഒരു ആശയം വേദപുസ്തകത്തിന് നിരക്കാത്തതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം തെറ്റ് ചെയ്തപ്പോൾ ദൈവം ആദാമിനോട് പറയുന്നതും നമ്മുടെ ഈ ആശയത്തെ ബലപ്പെടുത്തുന്നു. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, നീ അതിൽ തിരികെ ചേരുമെന്ന. അപ്പോൾ മരണം എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ യാതൊന്നും അവശേഷിക്കുന്നു ഇല്ല എന്നുള്ള ആ മഹാസത്യം ഉറപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകം മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ മരണശേഷം അമർത്യമായൊരാത്മാവ് വേർപെട്ട് എങ്ങും പോകുവാൻ ഇല്ല എന്നുള്ള. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നാണ്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഈ സൃഷ്ടിക്കപ്പെട്ട ആദാമിന് ഒരു മനസ്സ് ദൈവം നൽകിയിരുന്നു. മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കാൻ ഇന്ന് സയൻസിന് പോലും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാൽ ഉളവാകുന്ന ഒരു ശക്തി, അത് അദൃശ്യമാണ്. അപ്പോൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും എടുക്കുന്ന തീരുമാനങ്ങളാൽ ഉളവാകുന്ന മനഃശക്തി, അതിനെ മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷി എന്ന് വേദപുസ്തകം പറയുന്നു. ശലോമോൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നിത്യതയും അവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന എന്നാണ്. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ നിത്യത എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കത്തക്ക വിധത്തിലാണ് ആദാമിന്റെ ബ്രെയിൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ട് നിത്യകാലം ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യരിൽ ഉളവാകത്തക്ക വിധത്തിലാണ്. ഈ ഒരു പ്രക്രിയ, ഈ ഒരു ചിന്താഗതി ആദാമ്യ സന്തതി പരമ്പരകൾക്കും കൈമാറിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദാമ്യ സന്തതി പരമ്പരകൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ എന്നും ഉണ്ടാകത്തക്ക വിധത്തിലാണ് പിന്നീടുള്ള വംശപരമ്പര പെരുകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളും ഇന്ന് നിത്യതയെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശരീരവും ജീവനും ചേർന്ന ഈ ബോഡിയിൽ ദൈവം നൽകിയിരിക്കുന്ന മനസ്സ്, ഈ മനസ്സിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അടക്കി വച്ചിരിക്കുന്നതാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അടക്കി വച്ചിരിക്കുന്നു. മുഖ്യമായിട്ടും നാം ന്യായപ്രമാണം എന്ന് പറയുന്നത് 10 കൽപ്പന എന്നുള്ള ആ വിഷയമാണ്. 10 കൽപ്പന നാം അതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഘടിക്കുകയാണെങ്കിൽ ഏതാണ്ട് 618 നിയമങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിന് ന്യായപ്രമാണം, ചട്ടങ്ങൾ, വിധികൾ, സാക്ഷ്യങ്ങൾ, കൽപ്പനകൾ എന്നിങ്ങനെ പല
വച്ചിരിക്കുന്ന ഈ ന്യായപ്രമാണം ഇത് ആദിമകാലം മുതലേ പാരമ്പര്യമായിട്ട് ജന്മന പൈതൃകമായി കൈവരുന്ന ഒരു മഹാപ്രതിഭാസമാണ്. അപ്പൊ അതാണ് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവം പ്രപഞ്ചത്തിന്റെ പരമാധികാരിയാണ്, ദൈവം സർവശക്തനാണ് എന്നുള്ള വിശേഷ ഗുണങ്ങൾ ഇത് ഒരു പരിധിവരെ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. പ്രപഞ്ചത്തിൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളിനുമേൽ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് ഈ സാദൃശ്യത്തിൻ്റെ ഒരു രൂപമാണ്. അത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ കൃത്യമായിട്ട് ഈ ആശയങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി പോയാൽ നാം മുമ്പോട്ട് പോകുന്തോറും വേദപുസ്തകത്തിൻ്റെ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന അനേകം അബദ്ധ ഉപദേശങ്ങൾ അത് ബാലിശമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ ഗഹനമായ വിഷയങ്ങൾ വരുന്നതാകൊണ്ട് അത് നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ച് പഠിച്ചു പോകേണ്ടത് ആവശ്യമായിരിക്കും. അപ്പോൾ മനുഷ്യനെ ഇനി ദൈവം ഏദൻ തോട്ടത്തിലാക്കുന്നതിനെക്കുറിച്ചും അവിടെ കൊടുക്കുന്ന കൽപ്പനകളെക്കുറിച്ചുമൊക്കെ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.